Hi, welcome to Lash Class. Language in ആക്ഷനിലെ ലിറ്ററേച്ചർ ആസ് എ ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, ലിറ്ററേച്ചറിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഒരു സമൂഹത്തിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങളെ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ളൊരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ലിറ്ററേച്ചർ ഈസ് നോട്ട് മിയർലി an artistic expression. It operates within and contributes to cultural, historical and ideological frameworks. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി മാത്രമല്ല, അത് ഒരു സമൂഹത്തിൻ്റെ ചരിത്രപരവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മലയാള സാഹിത്യത്തിനകത്തുള്ള കഥകളോ അല്ലെങ്കിൽ നോവലുകളോ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ കാണുക. എന്നാൽ നമ്മളൊരു ഇംഗ്ലീഷ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നോവൽ അല്ലെങ്കിൽ ഒരു ചൈനീസ് സ്റ്റോറി, ചൈനീസ് നോവൽ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന കഥാപാത്രങ്ങളും അതുപോലെ തന്നെ സിറ്റുവേഷൻസും എല്ലാം തന്നെ അവരുടെ നാട്ടിലുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു കലാസൃഷ്ടിയാണ്. എന്നാൽ കലാസൃഷ്ടി മാത്രമല്ല, ഒരു സമൂഹത്തിലെ സാംസ്കാരികവും ചരിത്രപരവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ലിറ്ററേച്ചറിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത്. According to theories such as Bakhtin, Foucault and Fairclough, literary texts are spaces where ideologies, voices and subjectivities interact and negotiate. ഇനി ലിറ്റററി തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറിസ്റ്റുകളുടെ പേരാണ് പറയുന്നത്. ബക്തിൻ, ഫൂക്കോ, ഫെയർക്ലോഗ് തുടങ്ങിയിട്ടുള്ളവർ. ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐഡിയോളജീസും വോയിസസും സബ്ജക്റ്റിവിറ്റീസും എല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നൊരു സ്പേസാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റോറി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു നോവൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, മുതിർന്നവരുണ്ടാവും, കുട്ടികളുണ്ടാവും, പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുണ്ടായിരിക്കും, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലിറ്ററേച്ചറിനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളും സബ്ജക്റ്റിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീ പുരുഷർ അതുപോലെ തന്നെ മുതിർന്നവർ കുട്ടികൾ എന്നുള്ള തരത്തിലുള്ള വ്യത്യസ്ത ഐഡൻറ്റിറ്റിയുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ലിറ്ററേച്ചറിനെ കാണാൻ സാധിക്കും എന്നാണ് പൊതുവിൽ നമ്മൾ ലിറ്റററി തിയറിക്കകത്ത് പറയുന്നത്. Literature either reinforces or challenges dominant narratives, thus participating actively in broader cultural and political discourse. ഇനി ലിറ്ററേച്ചർ ഒന്നുകിൽ ഒരു സമൂഹത്തിനകത്തുള്ള ഡോമിനൻ്റ് നരേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്തൊരു സ്റ്റോറി എടുത്താൽ പോലും അതിനകത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഐഡിയ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്ന സിൻഡ്രല്ല എന്ന് പറയുന്ന ഒരു സ്റ്റോറി നമ്മൾ കണ്ടിരുന്നു. സിൻഡ്രല്ല എന്ന് പറയുന്ന സ്റ്റോറിക്കകത്ത് എന്താണ്, ഒരു രാജകുമാരൻ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സ്റ്റോറിക്കകത്ത് കണ്ടത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിനകത്ത് എന്താണ്, കല്യാണം കഴിഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം സേഫ് ആവുന്നത് എന്നുള്ള ഒരു സന്ദേശം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആ സ്റ്റോറി പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പല സ്റ്റോറികളും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ റൊമാൻറ്റിക് സ്റ്റോറി തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ഈ പുരുഷ കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തിനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതും പുറകെ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ തിരിച്ച് സംഭവിക്കുന്നത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ
മാത്രമേ ലിറ്ററേച്ചറിനകത്ത് കാണുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്ററേച്ചറിനകത്ത് ഒരു സമൂഹത്തിനകത്തുള്ള ഡോമിനൻ്റ് നെറേറ്റീവ്സ്, അതായത് അവരുടെ പ്രബലമായിട്ടുള്ള ആശയങ്ങളെ ഒന്നുകിൽ ലിറ്ററേച്ചർ റീഇൻഫോഴ്സ് ചെയ്യുകയോ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പോൾ നമ്മളോട് ഉദ്ദേശിക്കുന്നത് എല്ലാ കഥകളും എന്താണ് രാഷ്ട്രീയം പറയുന്ന കഥകൾ എന്നുള്ള ഇതിൽ രാഷ്ട്രീയ കഥകളാണെന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് എന്താണ്, രാഷ്ട്രീയം പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു കഥ അവതരിപ്പിക്കുന്ന സമയത്ത് ഒന്നുകിൽ ആ ഒരു സമൂഹത്തിലെ നാട്ടുനടപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളായിരിക്കും ആ കഥയ്ക്കകത്ത് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന എതിർക്കുന്ന കാര്യങ്ങളായിരിക്കും ആ കഥയിൽ ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനകത്തുള്ള രാഷ്ട്രീയ സംവാദത്തിനകത്ത് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത് പറയുന്നത് ലിറ്ററേച്ചറിനകത്തുള്ള ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. ലിറ്റററി ലാംഗ്വേജ് ഈസ് ഇൻഹെറൻ്റ്ലി പെർഫോമേറ്റീവ്. അപ്പോൾ ലിറ്ററേച്ചറിനകത്തുള്ള ഭാഷ ഡിഫറൻ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് സാഹിത്യ ഭാഷ എന്നുള്ളൊരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ സംസാര ഭാഷയും സാഹിത്യത്തിനകത്തുള്ള ഭാഷയും വ്യത്യസ്തമായതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിറ്റററി ലാംഗ്വേജ് പെർഫോമേറ്റീവ് ആണ്, ഡിസ്റ്റിങ്വിഷിംഗ് ഇറ്റ്സെൽഫ് ഫ്രം അതർ ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് ത്രൂ ഫീച്ചേഴ്സ് സച്ച് ആസ് പോളിസെമി, ആംബിഗ്വിറ്റി, ഇൻ്റർടെക്സ്ച്വാലിറ്റി ആൻഡ് മെറ്റഫർ. അപ്പോൾ നമ്മുടെ അതർ ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷയാണ് ലിറ്ററേച്ചറിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി സാഹിത്യ ഭാഷയ്ക്കുള്ള പൊതുവായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് അത് നമുക്ക് വ്യത്യസ്ത തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതായത് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത അർത്ഥങ്ങളായി നിന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ പോയംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വരിയിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് എഴുതുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതാണ് സാഹിത്യ ഭാഷയുടെ ഒരു പ്രധാന ഫീച്ചറായിട്ട് പറയുന്നത്. പോളിസെമി, ആംബിഗ്വിറ്റി തുടങ്ങിയവ. പോളിസെമി എന്ന് പറയുന്നത് വ്യത്യസ്ത ആശയങ്ങൾ ഒരേ സമയം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പല കഥാപാത്രങ്ങളുണ്ടായിരിക്കും, ഓരോരുത്തരും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആര് പറയുന്നതാണ് ശരിയെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ കൺഫ്യൂഷനാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇൻ്റർടെക്സ്ച്വാലിറ്റി, മെറ്റഫർ എന്നൊക്കെ പറയുന്നത് സിംബോളിക് ആയിട്ട് ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നത് ആണ്, നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ലിറ്റററി ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ സാഹിത്യ ഭാഷയുടെ അടിസ്ഥാനപരമായിട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ സിംബോളിക് ആയിട്ടായിരിക്കും അതിനകത്ത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. With the use of these devices, literature destabilizes fixed meanings and resists reductive interpretation. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാഹിത്യ ഭാഷയുടെ അല്ലെങ്കിൽ ലിറ്റററി ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഡീസ്റ്റെബിലൈസസ് ഫിക്സ്ഡ് മീനിങ്സ്. നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു മീനിങ് ലിറ്ററേച്ചറിനകത്ത് കാണാൻ വേണ്ടി സാധിക്കില്ല. പകരം നമുക്ക് പലതരത്തിൽ ഇത് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഇൻ്റർപ്രിറ്റേഷൻസിന് സ്പേസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജാണ് ലിറ്ററേച്ചറിനകത്ത് പൊതുവിൽ യൂസ് ചെയ്യുന്നത്. Modernist and postmodernist literature often highlight the complexity of language, exposing its relationship with power, ideology and subjectivity. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളല്ല, അത് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് നമ്മൾ പറഞ്ഞത് അതിനകത്ത് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളിപ്പോൾ പറഞ്ഞത് മീനിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഫിക്സഡ് ആയിരിക്കില്ല, നമുക്ക് ഇൻ്റർപ്രിറ്റേഷൻ സാധ്യത ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. ഇനി ചില ലിറ്ററേച്ചറിനകത്ത് ഈ ലാംഗ്വേജിൻ്റെ കോംപ്ലക്സിറ്റി, പ്രത്യേകിച്ചും അതിനകത്ത് ഈ അധികാരം അതുപോലെ തന്നെ ആശയം, ഈ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എടുത്തു കാണിക്കുന്ന തരത്തിൽ എഴുതുന്നു. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, കഴിഞ്ഞ സെമിസ്റ്ററിൽ നമുക്ക് സിൻഡ്രല്ലയുടെ സ്റ്റോറി ഉണ്ടായിരുന്നു. ആ സ്റ്റോറിയുടെ തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ ഒരു സിൻഡ്രല്ല സ്റ്റോറി അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ലാംഗ്വേജും എല്ലാം തന്നെ വ്യത്യസ്തമാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ലാംഗ്വേജും സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഡൈനാമിക്സും തമ്മിലുള്ള ആ ഒരു ബന്ധം എടുത്തു കാണിക്കുന്ന തരത്തിൽ പലപ്പോഴും മോഡേണിസ്റ്റ്, പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിനകത്ത് എഴുതാറുണ്ട്. Literature, therefore, not only reflects the world, but critiques how the world is represented, exposing the socio-political conditions that shape both language and meaning.
അപ്പോൾ അത്തരത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, അതുപോലെ ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോകത്തെ റെപ്രസെൻ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലോകം എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്, ഒന്ന് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു സാധാരണ സ്റ്റോറിയാണെന്നൊക്കെ തോന്നുമെങ്കിലും എല്ലാ ലിറ്ററേച്ചറിനകത്തും ഒന്നുകിൽ ആ ഒരു സമൂഹത്തിലുള്ള ഒരു ആശയങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ അതിനെ എതിർക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ എല്ലാ ലിറ്ററേച്ചറും ഈ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്നതാണെന്ന് പറയുന്നു. മറ്റൊന്ന് ലിറ്ററേച്ചറിനകത്തുള്ള ലാംഗ്വേജ് യൂസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഫിക്സ്ഡ് മീനിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ലിറ്ററേച്ചറിനകത്തില്ല. അത് വായിക്കുന്ന ആളുകൾക്ക് പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ലിറ്ററേച്ചറിനകത്തുള്ള ലാംഗ്വേജ് യൂസേജ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ മോഡേണിസ്റ്റ്, പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിനകത്തൊക്കെ അത്തരത്തിൽ ഈ ലാംഗ്വേജിൻ്റെ വ്യത്യസ്ത ഇൻ്റർപ്രിറ്റേഷൻ സാധ്യതകളും അതുപോലെ തന്നെ ലാംഗ്വേജിന് ഈ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളുമായിട്ടുള്ള ഈ റിലേഷനൊക്കെ എടുത്തു കാണിക്കുന്ന തരത്തിൽ എഴുതാറുണ്ട് നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രല്ലയുടെ സ്റ്റോറിയൊക്കെ നമ്മൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു. ഇനി ചാപ്റ്ററിൽ അടുത്ത സെക്ഷനിൽ വരുന്നത് യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ തന്നെ ഭാഗമാണ്. ഇവിടെ നമ്മൾക്ക് വ്യത്യാസമായിട്ട് വരുന്നത്, സാധാരണയുള്ള ഈ റൈറ്റിങ്ങിൽ നിന്ന്, എഴുത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് രീതിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അതായത് പുതിയ രീതികൾ പരീക്ഷിച്ച് നോക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എംപ്ലോയ്സ് ലാംഗ്വേജ് ആസ് എ ടൂൾ ഫോർ ബോത്ത് ആർട്ടിസ്റ്റിക് ആൻഡ് ഐഡിയോളജിക്കൽ എക്സ്പ്രഷൻ. നമ്മൾ ലിറ്ററേച്ചറിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്തും ലാംഗ്വേജ് നമ്മൾ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആയിട്ട്, നമുക്കറിയാം നമ്മൾ റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, അലിറ്ററേഷൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു ആർട്ടിസ്റ്റിക് യൂസിന് വേണ്ടി നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഐഡിയോളജിക്കൽ ടൂളായിട്ട്, അതായത് നമ്മളൊരു ആശയം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. It uses stylistic experimentation to evoke emotion, construct meaning and explore the human condition. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ മറ്റു റൈറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റൈലിസ്റ്റിക് എക്സ്പെരിമെൻറ്റേഷൻ ആണ്. അതായത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പുതിയ രീതിയിലുള്ള എഴുതാനുള്ള ആ ഒരു ശ്രമമാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നമുക്ക് മറ്റു റൈറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത്. It invites the emotional and intellectual engagement of readers through interpretation achieved via devices such as syntax, rhythm, imagery and diction. ഇനി ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ പ്രധാനമായിട്ടുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് റീഡേഴ്സിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പലപ്പോഴും റീഡേഴ്സിന് തന്നെ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് എന്താണ് മീനിങ് എന്ന് അവർ ചിന്തിച്ച് കണ്ടെത്തുന്ന തരത്തിലുള്ള രീതിയിലാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് സാധാരണഗതിക്ക് എഴുതുന്നത്. അത് സിൻടാക്സ്, റിതം, ഇമേജറി, ഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന ആ ഒരു വേർഡ് ഓർഡർ, അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന വേർഡ്സ്, പിന്നെ നമുക്കറിയാം ഇമേജറി, സിംബോളിസം, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കൃത്യമായിട്ടുള്ളൊരു മീനിങ് കൊടുക്കാതെ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ള കാര്യം റീഡേഴ്സ് അവരുടെ ഇമാജിനേഷനിൽ കണ്ടെത്തട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഇൻ്റർപ്രിറ്റേഷൻ്റെ സാധ്യത നിലനിർത്തുന്ന രീതിയിലാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് എഴുതുന്നത്. According to theories such as Barthes and Bakhtin, creative writing is inherently polyphonic, serving as a site of interaction between ideologies, voices and subjectivities. നമ്മൾ നേരത്തെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞ പോയിന്റിൻ്റെ ഒരു എലാബറേഷൻ തന്നെയാണ്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്തും നമുക്ക് പോളിഫോണിയാണ് കാണാൻ സാധിക്കുന്നത്. പോളിഫോണി എന്ന് പറയുന്നത് വ്യത്യസ്ത ശബ്ദങ്ങൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു സ്റ്റോറിക്കകത്തോ അല്ലെങ്കിൽ ഒരു നോവലിനകത്തോ പല കഥാപാത്രങ്ങളുണ്ടായിരിക്കും. അതിനകത്ത് സ്ത്രീകളുണ്ടായിരിക്കും, പുരുഷന്മാരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കാം, മുതിർന്ന ആളുകളുണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം, വിവിധ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡയലോഗുകളൊക്കെ ഈ സ്റ്റോറിക്കകത്തും നോവലിനകത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത പോയിന്റ് ഓഫ് വ്യൂ ഒക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നമ്മൾ കാണുന്നത് ഒരു ആശയം അവതരിപ്പിക്കുക എന്നതിലുപരിയായിട്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ഒരു വിഷയത്തിൻ്റെ തന്നെ പല പോയിന്റ് ഓഫ് വ്യൂ, പല പെർസ്പെക്റ്റീവ് ഒക്കെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നു.
Creative writers often challenge traditional language structures using fragmented structures, unreliable narrators, and non-standard grammar to highlight the fluidity of meaning. ഇനി ക്രിയേറ്റീവ് റൈറ്റിംഗ് ബേസിക്കലി നമ്മൾ പറഞ്ഞു പരീക്ഷണ അടിസ്ഥാനത്തിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് നമ്മൾ സാധാരണഗതിക്ക് ഉപയോഗിക്കുന്ന നരേറ്റീവ് സ്ട്രക്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് സ്ട്രക്ചേഴ്സാണ്. നമ്മൾ സാധാരണഗതിക്ക് ഒരു കഥയിൽ കാണുന്നത് ആദ്യം നടന്ന സംഭവങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്നു, പിന്നീട് ഒരു ഫ്ലോയിൽ അതങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. ഇതിന് പകരം കാര്യങ്ങൾ ഇടകലർത്തി അവതരിപ്പിക്കുന്ന രീതി, ഒരുപക്ഷെ ഫ്ലാഷ് ബാക്കുകളോ അല്ലെങ്കിൽ ഫ്ലാഷ് ഫോർവേഡുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇടകലർത്തി അവതരിപ്പിക്കുന്ന രീതി, അതുകൂടാതെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് മലയാളത്തിൽ തന്നെയുള്ള ബെന്യാമിൻ എഴുതിയിട്ടുള്ള തരകൻസ് ഗ്രന്ഥവരി എന്ന് പറയുന്ന ഒരു നോവലാണ്. ആ ഒരു നോവലിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പേപ്പറുകളിൽ കുറിപ്പുകൾ എഴുതിയിട്ടുള്ള ഒരാളുടെ കുറിപ്പുകൾ ഒരു സഞ്ചിയിലായിട്ട് ഒരാൾക്ക് കിട്ടുന്നു. അത് അയാൾ എടുത്തു വായിക്കുന്ന രീതിയിലാണ് ആ നോവൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പേപ്പറുകളിലാണ് എഴുതിയിട്ടുള്ള കാരണം കൊണ്ട് സാധാരണ ഡയറിയിലേതുപോലെ പേജ് നമ്പറോ അല്ലെങ്കിൽ ഡേറ്റോ ഒന്നുമില്ല, ഇടകലർന്ന് കിടക്കുന്ന പേപ്പറുകളാണ്. അപ്പോൾ ഒരുപക്ഷെ ആദ്യം എഴുതിയത് നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും വായിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ വായിക്കുന്നത് ഇടയിൽ നിന്നുള്ളത് അല്ലെങ്കിൽ ലാസ്റ്റ് ഉള്ളതായിരിക്കും. അതായത് പേപ്പറുകൾ കൂട്ടി വെച്ചിട്ട് നമ്മൾ തന്നെ അത് ഒരു ഓർഡർ കണ്ടെത്തണം. വായിച്ച് വരുമ്പോൾ ഇതാണ് ആദ്യം ഉണ്ടായത്, ഇത് ലാസ്റ്റ് ഉണ്ടായതാണ് രീതിയിൽ നമ്മൾ തന്നെ ഒരു പേപ്പർ അടുക്കി വയ്ക്കുന്നത് പോലെ നമ്മൾ അത് അടുക്കി വായിക്കുന്ന രീതിയിലാണ് ആ ഒരു പുസ്തകം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ആദ്യം നടന്ന കാര്യങ്ങൾ ഒരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോവാതെ ഇടകലർത്തി അവതരിപ്പിക്കുക. അതൊന്ന് ഈ പറഞ്ഞതുപോലെ ബെന്യാമിൻ്റേതുപോലുള്ള പരീക്ഷണാടിസ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഫ്ലാഷ് ബാക്കുകൾ, ഫ്ലാഷ് ഫോർവേഡുകൾ, അങ്ങനെയുള്ള രീതികളൊക്കെ ആയിരിക്കാം. അത്തരത്തിൽ ഒരു ഓർഡർ തെറ്റിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് ഫ്രാഗ്മെൻറ്റഡ് സ്ട്രക്ചറിൽ നമ്മൾ കാണുന്നത്. പിന്നെ പറയുന്നത് അൺറിയലബിൾ നരേറ്റേഴ്സ് ആണ്. അൺറിയലബിൾ നരേറ്റർ എന്ന് പറയുന്നത് നമുക്ക് നരേറ്ററിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ ഉണ്ടായിരുന്നു. യെല്ലോ വാൾപേപ്പർ എന്ന് പറയുന്ന സ്റ്റോറിക്കകത്ത് മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു നരേറ്ററായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രമാണ് ശരിയായിട്ടുള്ളത്, എത്രമാത്രമാണ് അവരുടെ ഇമാജിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കണം എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെയൊക്കെ നോവലുകളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണ് നരേറ്റർ എന്ന് വിചാരിക്കുക, ഒരു കള്ളനായിട്ടോ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണ് നരേറ്റർ എന്ന് വിചാരിക്കുക. അവർ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളെയും പോലെ അവരുടെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടാണ് ആ ഒരു സ്റ്റോറി അവതരിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് റൈനോസുഗെ അക്കുതഗാവ എന്ന് പറയുന്ന ജപ്പാനീസ് റൈറ്ററുടെ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്താണ്. അതിനകത്ത് ഒരു മർഡർ നടക്കുന്നു. ആ മർഡറിനെ കുറിച്ചിട്ട് ആ മർഡർ ചെയ്ത ആൾ, അതുപോലെ തന്നെ ആ മർഡറിന് സാക്ഷിയായിട്ടുള്ള ആൾ, ആ മർഡർ ചെയ്യപ്പെട്ട ഒരാളുടെ പരിചയമുള്ള ആൾ എന്ന രീതിയിലൊക്കെ പല ആളുകളും ആ സംഭവത്തിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് ആ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം റീഡേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൂടുതൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ആര് പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് ശരി എന്നുള്ള രീതിയിൽ നമ്മൾ റീഡേഴ്സ് തന്നെ വായിച്ച് മനസ്സിലാക്കുന്ന തരത്തിൽ റീഡേഴ്സിന് കൂടുതൽ ഒരു ഇമാജിനേഷൻ്റെ സ്കോപ്പ് കൊടുക്കുന്ന തരത്തിലുള്ള ടെക്നിക്കുകളായിട്ടാണ് നമ്മൾ ഈ ഫ്രാഗ്മെൻറ്റഡ് സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ അൺറിയലബിൾ നരേറ്റീവ്സൊക്കെ കാണുന്നത്. In modernist and post-modernist literature, language itself becomes a thematic concern. For instance, Joyce and Beckett use fragmented and absurd language to reflect the absurdity of modern life. ഇനി പല മോഡേണിസ്റ്റ് പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിനകത്തും ലാംഗ്വേജ് തന്നെ ഒരു തീമായിട്ട് വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയണമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലാംഗ്വേജ് കൊണ്ട് സാധിക്കാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരമുള്ള അവസ്ഥകൾ നമുക്ക് നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീമായിട്ട് എടുത്തുകൊണ്ട് മോഡേണിസ്റ്റ് പോസ്റ്റ് മോഡേണിസ്റ്റ്
ലിറ്ററേച്ചറിനകത്ത് എഴുതുന്നവരുണ്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നത് ജെയിംസ് ജോയ്സും അതുപോലെ സാമുവൽ ബക്കറ്റുമാണ്. അവർ ഇതുപോലെ ഫ്രാഗ്മെൻറ്റഡ് അബ്സേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അതായത് ഒരു നോൺസെൻസ് പോലെയുള്ള ഒരു അർത്ഥമില്ലാത്ത രീതിയിലുള്ള ഡയലോഗുകളൊക്കെ അവർ എഴുതുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല, ജീവിതം നിരർത്ഥകമാണ്, പ്രത്യേകിച്ചും ഈ നഗരവൽകൃത സമൂഹത്തിനകത്തുള്ള ജീവിതം നിരർത്ഥകമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ചൊരു അർത്ഥമില്ലാത്ത ഡയലോഗുകളൊക്കെ എഴുതുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് സാമുവൽ ബക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന ഒരു നാടകമാണ്. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന നാടകത്തിനകത്ത് ഗോദോ എന്ന് പറയുന്ന ഒരാളെ കാത്തിരിക്കുകയാണ് രണ്ട് പേര് റെയിൽവേ സ്റ്റേഷനകത്ത്, പേര് സൂചിപ്പിക്കുന്ന പോലെ. നാടകം തുടങ്ങി നാടകം കഴിയുന്ന വരയ്ക്ക് ഗോദോ വരുന്നില്ല. ഗോദോ വരാത്ത കാരണം കൊണ്ട് ബോറടിച്ചുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നതാണ് ആ നാടകത്തിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡേൺ ലൈഫിനകത്ത് എന്താണ് ഒരു നമ്മൾ എപ്പോഴും വളരെ പെട്ടെന്ന് ബോറടിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും, അതുപോലെ തന്നെ ലൈഫ് മീനിങ്ലെസ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രാഗ്മെൻറ്റഡ് നരേറ്റീവ് അതുപോലെ തന്നെ അൺറിലയബിൾ നരേറ്റീവ് എന്നൊക്കെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് തന്നെ ഒരു തീമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന രീതിയിലും ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് റെസിറ്റ്സ് ഫിക്സ്ഡ് മീനിങ്സ് ആൻഡ് ഹൈലൈറ്റ്സ് കോംപ്ലക്സിറ്റി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ പൊതുവിൽ നമുക്ക് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, ഫിക്സ്ഡ് മീനിങ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വായിക്കുന്ന ആളുകൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും, ഫിക്സ്ഡ് ആയിട്ടൊരു മീനിങ് ഉണ്ടായിരിക്കില്ല. എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളത് വായിക്കുന്നവർ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം കോംപ്ലക്സിറ്റി ഓഫ് ലാംഗ്വേജ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലാംഗ്വേജിനകത്ത് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കിട്ടില്ല, ലാംഗ്വേജ് അപര്യാപ്തമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത്തരത്തിൽ കോംപ്ലക്സിറ്റി ഓഫ് ലാംഗ്വേജ് എന്നുള്ള കാര്യവും എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനകത്ത് പൊതുവിൽ നമ്മൾ കാണുന്നത്. ഇനി ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ കമൻട്രിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കൾച്ചറൽ ഐഡൻറ്റിറ്റി നമുക്കറിയാം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള റൈറ്റേഴ്സിൻ്റെ റൈറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അച്ചടി ഭാഷയിൽ എഴുതുന്നില്ല, മറിച്ച് അവരുടെ ആ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ലാംഗ്വേജിലാണ് എഴുതുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സോഷ്യൽ കമൻട്രിക്ക് വേണ്ടി എഴുതുന്നത് നമുക്കറിയാം, സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്നത്. The use of diction, dialect and narrative voice reflects how characters are represented, addressing social issues and amplifying marginalized voices. ഇനി ഇതിനകത്തുള്ള ഡിക്ഷൻ, ഡയലക്റ്റ്, ഈ ഉപയോഗിക്കുന്ന വാക്കുകളും ആ ഉപയോഗിക്കുന്ന ശൈലിയും അതുപോലെ നരേറ്റീവ് വോയിസ്, ആരുടെ പെർസ്പെക്റ്റീവിലാണ് ആ സ്റ്റോറി പറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ആ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, കഴിഞ്ഞ സെമിസ്റ്ററിൽ നമുക്ക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിനകത്ത് ആഫ്രിക്കയിലെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതിൽ നരേറ്റർ ആയിട്ട് വരുന്നത് ഒരു വെള്ളക്കാരനായിട്ടുള്ള ആൾ ആഫ്രിക്കയിലേക്ക് പോയിട്ടുള്ളതാണ്. അതിൻ്റെ കുറവുകളും നമ്മളവിടെ കാണുകയുണ്ടായി. അതേ സമയത്ത് ഒരു ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകളാണ് അതിൽ നരേറ്ററായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വോയിസ് കുറച്ചുകൂടിയും ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ ആ ഒരു കൃതിക്ക് കഴിയുമായിരുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഈ ഡിക്ഷൻ, അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതും ആ ഒരു ചാപ്റ്റർ മുൻനിർത്തി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതിനകത്ത് ആഫ്രിക്കക്കാരെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ കണ്ടുപോയതാണ്. ഞാൻ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു നരേറ്റീവ് വോയിസ് ആരുടേതാണ്, ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ആ സ്റ്റോറി പറയാം. അങ്ങനെ ഈ ഒരു സോഷ്യൽ കമൻട്രി എന്നുള്ള രീതിയിലൊക്കെ ലിറ്ററേച്ചർ ഉപയോഗിക്കാവുന്നതാണ്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഓഫ്റ്റൻ യൂസസ് ഇൻഡിജിനസ് ലാംഗ്വേജ് ടു റീക്ലെയിം കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് റെസിസ്റ്റ് കൊളോണിയൽ ലാംഗ്വേജ്. ഇനി പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനകത്ത് പലപ്പോഴും ഇൻഡിജിനസ് ആയിട്ടുള്ള ലാംഗ്വേജ്, ഇൻഡിജിനസ് എന്ന് പറയുന്നത് തദ്ദേശീയമായിട്ടുള്ള ഭാഷ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത്, പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, ഇംഗ്ലീഷ് ഇങ്ങനെയല്ല പറയേണ്ടത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ഇത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പലരും പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഈ പ്രത്യേകിച്ച് IELTSൻ്റെ കോച്ചിങ്ങിൻ്റെ ആൾക്കാരൊക്കെ.
അപ്പോൾ അത്തരത്തിലുള്ള ഈ ലാംഗ്വേജിൻ്റെ കൊളോണിയലിസമൊക്കെ എതിർത്തുകൊണ്ട് ഇന്ത്യയിലുള്ള ആളുകൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഞങ്ങൾ ഇംഗ്ലീഷുകാരെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു റെസിസ്റ്റൻസ് പോലെയൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തന്നെ ആഫ്രിക്കൻ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിലൊക്കെ തദ്ദേശീയമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് റൈറ്റേഴ്സ് എഴുതുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതാണ്, കൊളോണിയൽ ലാംഗ്വേജ് റെസിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഫെമിനിസ്റ്റ് ആൻഡ് ക്യൂർ റൈറ്റേഴ്സ് ഓഫ്റ്റൻ യൂസ് റെസിസ്റ്റൻ്റ് ലാംഗ്വേജ് ടു കൺഫ്രണ്ട് ഡോമിനൻ്റ് ഐഡിയോളജീസ്. ഇനി ഫെമിനിസ്റ്റ് ക്യൂർ ലിറ്ററേച്ചറിനകത്ത് പലപ്പോഴും ഈ ഒരു റെസിസ്റ്റൻ്റ് ലാംഗ്വേജ് നമുക്ക് കാണാം. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ നിന്ന് തന്നെ കിട്ടും. നമ്മുടെ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രല്ല എന്നുള്ള സ്റ്റോറിക്കകത്ത് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഒരു റെസിസ്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സോഷ്യൽ കമൻട്രിക്ക് വേണ്ടിയിട്ടും ലിറ്ററേച്ചർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്